ഇതൊരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുടെ കഥയാണ്. അദ്ദേഹം നന്നായിട്ട് ജിമ്മ് ചെയ്യും. ഈ ജിമ്മ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലിടും. വളരെ ഹെൽത്തിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ റിപ്പോർട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 85ന്റെ മുകളിലാണ്. എന്ന് വെച്ചാൽ വളരെ അധികം അളവിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മോർണിംഗിൽ ജിമ്മ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീഴാണ്. എന്റെ അടുത്തേക്ക് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന സമയത്ത് ഹാർട്ടിൽ മേജർ അറ്റാക്ക് ആണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത്രയധികം നല്ല കൊളസ്ട്രോൾ ഉണ്ടായിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ നല്ല കൊളസ്ട്രോൾ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല കൊളസ്ട്രോൾ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവണമെന്നില്ല. ആ കൊളസ്ട്രോളിന്റെ ചില പ്രത്യേകതകൾ കൂടെ നമ്മൾ നോക്കണം. എന്താണ് ഇതിന്റെ പിന്നിലെ ശാസ്ത്രം? നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സ്റ്റാഫ് പോലെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബശ്രീ ആളുകൾ വീടാന്തരം വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് കാണാറില്ല. അതുപോലെയാണ് നല്ല കൊളസ്ട്രോൾ. രക്തധമനികളിൽ അടിഞ്ഞുകൂടിയ കൊളസ്ട്രോളിനെ അവിടുന്ന് പറിച്ചെടുത്ത് വേസ്റ്റ് ട്രക്കിലൂടെ കൊണ്ടുപോയിട്ട് അത് ലിവറിൽ എത്തിച്ചിട്ട് അവിടുന്ന് കളയുകയാണ് നല്ല കൊളസ്ട്രോളിന്റെ ജോലി. പക്ഷെ നമ്മൾ വിചാരിക്കുക, ഈ വേസ്റ്റ് ട്രക്കുകൾ ഒരുപാട് എണ്ണം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വേസ്റ്റ് നീക്കാൻ സാധിക്കണമെന്നില്ല, അല്ലെ? ഈ വേസ്റ്റ് ട്രക്കുകളിൽ ഒരു പകുതിയിലധികം ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണെങ്കിലോ ജോലി നടക്കില്ല. അതുപോലെയാണ് ചില ആളുകൾക്ക് HDL ലെവല് നല്ല കൊളസ്ട്രോൾ കൂടിയാൽ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന നല്ല കൊളസ്ട്രോളിനെ ഡിസ്ഫങ്ഷണൽ HDL എന്ന് വിളിക്കാം. ഈ HDL കൊണ്ട് ശരീരത്തിന് ഒരു ഗുണവുമില്ല. എന്നാൽ ഫങ്ഷണൽ HDL എന്താണ്? നല്ല കൊളസ്ട്രോളിന്റെ ജോലി കൃത്യമായി നിർവഹിക്കുന്ന ഫങ്ഷണൽ HDL കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ ബ്ലഡിൽ HDL ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫങ്ഷണൽ HDLും ഡിസ്ഫങ്ഷണൽ HDLും ഒരുമിച്ചുള്ള ഒരു വാല്യൂ ആണ് ടെസ്റ്റിൽ കാണിക്കുക. അത് കാരണം പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. ഇനി ഈ നല്ല കൊളസ്ട്രോൾ എങ്ങനെയാണ് ഡിസ്ഫങ്ഷണൽ ആയിട്ട് കേടുവരുന്നത്? പ്രധാനമായിട്ടും ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതും ഷുഗർ കഴിക്കുന്നതും ഈ HDLനെ കേടുവരുത്തുകയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം. രണ്ടാമത്തേതായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം? അതിന് കൂടുതലായിട്ട് omega-3 ഫാറ്റി ആസിഡുകൾ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഈ ഡിസ്ഫങ്ഷണൽ HDL ഉണ്ടോ എന്നുള്ളത് അറിയാൻ വല്ല എളുപ്പമാർഗമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കൊളസ്ട്രോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ അതിനകത്ത് ട്രൈഗ്ലിസറൈഡിന്റെ അളവും HDLും തമ്മിലുള്ള ഒരു റേഷ്യോ നോക്കുക. ഈ റേഷ്യോ 3.5ന്റെ മുകളിലാണെങ്കിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള HDL ആവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നല്ല കൊളസ്ട്രോളിന്റെ ക്വാളിറ്റി അത് വളരെ പ്രധാനമാണ് ക്വാണ്ടിറ്റിയെക്കാളും. ഇനി ഫങ്ഷണൽ HDL നല്ല കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളിൽ ഒന്ന് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. 16 മണിക്കൂറിലധികം ഫാസ്റ്റിംഗ്. രണ്ടാമത്തത് omega-3 ഫാറ്റി ആസിഡിന്റെ ഉപയോഗം. മൂന്നാമത്തത് ഷുഗറും പ്രോസസ്ഡ് ഫുഡ്സും പരമാവധി ഒഴിവാക്കുക.